الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد بالله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായും ജീവിത ഇടപാടുകളിലുടനീളം തഖ്വ പുലർത്തണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ ജീവിത അവസാനം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ, അതുവഴി അല്ലാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിൽ ഈ ലോകത്തോട് വിട പറയാൻ, നാളെ സച്ചരിതരോടൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, അതുവഴി അല്ലാഹു അവന്റെ മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഇസ്ലാമിക ലോകം ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ഹിജ്റ വർഷം 1446 മുഹറം 5 വെള്ളിയാഴ്ചയാണ്. ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്നാണ് മുഹറം അറിയപ്പെടുന്നത്. മുഹറം മാസത്തിൽ സാധാരണ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് പ്രത്യേകമായ ചില സുന്നത്ത് നോമ്പുകൾ നിശ്ചയിച്ചു തന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാകും. മുഹറം മാസത്തെ സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ മതസമൂഹങ്ങൾക്കും ഈ സന്ദർഭത്തിൽ നോമ്പോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റേതെങ്കിലും അനുഷ്ഠാനങ്ങളോ ഉണ്ട് എന്നുള്ളതാണ്. മുഹറത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: കാന യൗമു ആശൂറ യസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ്യ. ജാഹിലിയ്യ കാലത്ത് തന്നെ ആശൂറ ദിനത്തിൽ അഥവാ മുഹറം 10 മക്കയിൽ ഖുറൈശികൾ നോമ്പെടുത്തിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു ഫിൽ ജാഹിലിയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ മക്കയിലായിരുന്ന
ആ കാലഘട്ടത്തിലൊക്കെ ഈ ദിവസം യൗമു ആശൂറ അഥവാ മുഹറം 10 റസൂലുള്ളാഹി നോമ്പെടുത്തിരുന്നു. ഫലമ്മ ഖദിമ റസൂലുള്ളാഹി ഫിൽ മദീന, അവിടുന്ന് മദീനയിലെത്തിയതിനു ശേഷവും ഈ മുഹറം 10 നോമ്പ് തുടർന്നു വന്നു. സാമഹു റസൂലുള്ളാഹി മുഹറം 10 നോമ്പനുഷ്ഠിച്ചിരുന്നു. മുഹറം 10 മദീനയിലെത്തിയതിനു ശേഷവും നോമ്പനുഷ്ഠിച്ചു. സ്വയം നോമ്പനുഷ്ഠിക്കുക മാത്രമല്ല റസൂലുള്ളാഹി ചെയ്തത്, വ അമറ ബിസിയാമിഹി, തന്റെ അനുയായികളോട് സഹാബി സമൂഹത്തോടും മുഹറം 10 അവിടുന്ന് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഫലമ്മ ഫുരിദ റമദാൻ, അങ്ങനെ ഹിജറ 2-ാം വർഷം റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ കാന ഹുവൽ ഫരീള, വിശ്വാസികൾക്ക് നിർബന്ധമായ നോമ്പ് റമദാനിലേതായി നിശ്ചയിച്ചു. അഥവാ വിശ്വാസികൾക്ക് മേൽ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, അല്ലെങ്കിൽ ഫർദാക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആശൂറ നോമ്പിനെ പറ്റി തന്റെ അനുയായികളോട് പറയുകയുണ്ടായി, ഫമൻ ഷാ സാമഹു വമൻ ഷാ തറഹു, അത് ഉദ്ദേശിക്കുന്നവർക്ക് അത് അനുഷ്ഠിക്കട്ടെ, അത് ഉദ്ദേശിക്കാത്തവർക്ക് വേണ്ടെന്ന് വെക്കുകയും ആവാം. എന്ന് പറഞ്ഞാൽ അതുവരെയും നിർബന്ധമായും അനുഷ്ഠിച്ചിരുന്ന, വളരെ പ്രാധാന്യപൂർവ്വം അനുഷ്ഠിച്ചിരുന്ന ആശൂറ നോമ്പ് പിന്നീട് സുന്നത്തായി നിശ്ചയിക്കുകയും റമദാനിലെ നോമ്പുകൾ ഫർദാക്കപ്പെടുകയും ചെയ്തു എന്നാണ്. അങ്ങനെയാണ് ആശൂറ നോമ്പ് ഐച്ഛികമായി മാറിയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ജാഹിലിയ കാലത്ത് ഖുറൈശികൾ അനുഷ്ഠിച്ചിരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് തന്നെ എടുത്തിരുന്നതും മദീനയിൽ എത്തിയതിനു ശേഷവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നു വന്നതും റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ സുന്നത്തായി നിശ്ചയിക്കപ്പെട്ടതുമാണ് മുഹറം 10 സുന്നത്ത് നോമ്പ് അഥവാ ആശൂറ നോമ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു വിഷയം വരികയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ജൂതന്മാരും ഇതേ ദിവസം അഥവാ മുഹറം 10 തന്നെ നോമ്പനുഷ്ഠിക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് അവരോട് അന്വേഷിക്കുമ്പോൾ, അഥവാ നിങ്ങൾ എന്തിനാണ് മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് എന്ന അന്വേഷണത്തിന് അവർ നൽകിയ മറുപടി, ഹാദാ യൗമുൽ ലദീ നജ്ജല്ലാഹു ഫീഹി മൂസ വ ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇതൊരു സ്വാലിഹായ ഒരു നല്ല ദിനമാണ്. എന്തുകൊണ്ടാണ് മുഹറം 10 നല്ല ദിനമായത് എന്നതിന് അവർ പറഞ്ഞ മറുപടി, ഹാദൽ യൗമുൽ ലദീ നജ്ജല്ലാഹു ഫീഹി മൂസ വ ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം, ആ ദിവസമാണ് മൂസ അലൈഹിസ്സലാമയെയും ഇസ്രായേൽ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ടാണ് വനഹനു നസൂമു തഅദീമൻ ലഹു, ഈ ദിവസത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഞങ്ങൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് അവരിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹനു ഔലാ ബി മൂസാ മിൻഹും, നഹനു ഔലാ ബി മൂസാ മിൻഹും, ഞങ്ങളാണ് മൂസയോട് അവരെക്കാൾ അടുത്തവർ. സുമ്മ അമറ ബിസ്സൗം, പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആശൂറ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി തന്റെ സഹാബികളോട് കൽപ്പിക്കുകയാണ്. തുടർന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ജൂതരുമായി സാദൃശ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് അനുയായികളിൽ ചിലർ പ്രവാചകനോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ചില ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ അസൂമന്ന താസിയ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ മുഹറം 9 നോമ്പെടുക്കും എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അപ്പോ അങ്ങനെയാണ് മുഹറം 9, 10 തീയതികൾ താസൂആ, ആശൂറ എന്നിങ്ങനെ 2 നോമ്പുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് ഹദീസുകളും ചരിത്രവും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഒന്ന് റസൂലിന്റെ അമല് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അഥവാ ആശൂറ നോമ്പ്, മറ്റേത് റസൂലുള്ളാഹിന്റെ ഖൗല് കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണ്. ഒന്ന് അമല് കൊണ്ടും ഒന്ന് ഖൗല് കൊണ്ടും സ്ഥിരപ്പെട്ട സുന്നത്തുകളാണ് മുഹറം 9, 10 അഥവാ താസൂആവും ആശൂറാവും നോമ്പുകൾ എന്ന് പറയുന്നത്. മൂസ അലൈഹിസ്സലാമയെയും അനുയായികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നതാണ് ജൂത സമൂഹത്തിനും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളവും മുഹറം മാസത്തിലെ ഈ ദിവസത്തിന്റെ അഥവാ ആശൂറ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടിരുന്ന മർദ്ദിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിച്ച വലിയൊരു പ്രതീക്ഷയുടെ വർത്തമാനമായിക്കൊണ്ട് ഈ ചരിത്രം പല സന്ദർഭങ്ങളിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ കാലത്തും ഭൂമിയിലെ ഏത് മേഖലകളിലും
പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും ജീവിതത്തിന്റെ പാർശ്വങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുമായ സകല ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന വർത്തമാനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ വലിയ ആശ്വാസത്തോടൊപ്പം വലിയ നമ്മുടെ ഭാവിയെ സംബന്ധിച്ച വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ കൂടിയാണ്. അത്തരത്തിലുള്ള ആശ്വാസ വചനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായതും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതുമായ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിലെ ആദ്യ ഭാഗത്തുള്ള ഏതാനും ആയത്തുകൾ. ഫറോവയുടെ അതിരുകവിയലിനെ സംബന്ധിച്ചും ഇസ്രായേൽ ജനവിഭാഗത്തിന്റെ മക്കളെ അധസ്ഥിതരാക്കുകയും അവർക്കതിൽ കൊടിയ അക്രമമർദ്ദനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞു വന്നിട്ട് ആ കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട്. അതിങ്ങനെയാണ്: വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദ് വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദ്. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരാക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് ഔദാര്യം കാണിക്കണമെന്നും അവർക്ക് അനുഗ്രഹം ചൊരിയണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെക്കുകയാണ്, അവസാനിപ്പിച്ചിട്ടില്ല. വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. അവരെ ലോകത്തിന്റെ നേതാക്കളും ഭൂമിയുടെ അനന്തരാവകാശികളാക്കണമെന്നും നാം ഉദ്ദേശിക്കുന്നു എന്നാണ് മർദ്ദിതർക്ക് ആശ്വാസം നൽകുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷ സമ്മാനിക്കുന്ന പടച്ചവന്റെ ഭാഗത്തുള്ള ആശ്വാസ വചനങ്ങളായി വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ഭൂമിയിൽ മർദ്ദിതരാക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണമെന്നും അവരുടെ ജനങ്ങളുടെ നായകരും ഭൂമിയുടെ അനന്തരാവകാശികളുമാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് പടച്ചറബ് പറഞ്ഞു വെച്ചിട്ട് പരിശുദ്ധ ഖുർആൻ വിശദമാക്കാൻ പോകുന്ന ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: വനുമക്കിന ലഹും ഫിൽ അർദ് വനുമക്കിന ലഹും ഫിൽ അർദ്. ആ മർദ്ദിത ജനതയ്ക്ക് ഭൂമിയിൽ അധികാരം നൽകണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നാണ്. മക്കന എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി സൗകര്യം ചെയ്തു കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതേസമയം പരിശുദ്ധ ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുള്ളത് അധികാരം നൽകുക എന്ന ആശയത്തിലാണ്. സൂറത്ത് നൂറിൽ നമുക്ക് കാണുവാൻ സാധിക്കും: അല്ലദീനയും മക്കന്നാഹും ഫിൽ അർദ്. നാം ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകിയാൽ അഖാമുസ്സലാത്ത വആതൂ സകാത്ത വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ. അവർ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂറിൽ പറയുന്നു. അവിടെ ഖുർആൻ പ്രയോഗിച്ച പദം മക്കന്ന എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം ഭൂമിയിൽ അവർക്ക് അധികാരം നൽകുകയാണെങ്കിൽ അവർ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് അവർ നൽകുകയും അതുപോലെ തന്നെ നന്മയുടെ സംസ്ഥാപനത്തിന് വേണ്ടി അവർ നിലകൊള്ളുകയും തിന്മയുടെ വിഭാടനത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യുമെന്നാണ്. അവിടെ മക്കന്ന എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് അധികാരം നൽകുക എന്ന അർത്ഥത്തിനാണ്. വനുമക്കിന ലഹും ഫിൽ അർദ്. ഭൂമിയിൽ അവർക്ക് നാം അധികാര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. മാത്രവുമല്ല വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. ഫിർഔനും ഹാമാനും അവന്റെ സൈന്യങ്ങൾക്കും ഇസ്രായേൽ മക്കളിൽ നിന്നും അവരെന്താണോ ഭയപ്പെടുന്നത് അത് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാനും നാം ഉദ്ദേശിക്കുന്നു. അവരെ മർദ്ദിച്ച് അവരെ പാർശ്വവൽക്കരിച്ച് അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് ഇസ്രായേൽ മക്കളിൽ നിന്നും ഒരു നായകൻ ഉയർന്നു വരുമെന്ന് അവർ തങ്ങളുടെ അക്രമമർദ്ദനങ്ങളുടെ അന്ത്യം കുറിക്കുമെന്നുമൊക്കെ അവർ ഭയപ്പെട്ടിരുന്നുവെന്നാണ്. ആ ഭയം കാരണമാണ് ഇസ്രായേൽ സമൂഹത്തിൽ പിറന്നു വീഴുന്ന ആൺതരികളെ മുഴുവനും അറുകൊല ചെയ്യുവാൻ ഫറോവയും അവന്റെ കിങ്കരന്മാരും തീരുമാനിച്ചത്. അവർ ഭയപ്പെട്ടിരുന്ന ആ സംഗതി ഫിർഔനെയും ഹാമാനെയും അവരുടെ സൈന്യത്തെയും കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വരുന്ന കഥയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലുള്ള നിഷേധികൾക്ക് ഒരു താക്കീതായി, സത്യവിശ്വാസികൾക്ക് ഒരു പ്രതീക്ഷയായി പടച്ചവൻ സൂചിപ്പിക്കുന്നത്. ലോകത്തെങ്ങും എല്ലാ കാലത്തും ദുർബലരായ, അടിച്ചമർത്തപ്പെടുന്ന, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ആശ്വാസം നൽകുന്നതും കരുത്തു പകരുന്നതുമായ പടച്ചവന്റെ വർത്തമാനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ വായിക്കാൻ സാധിക്കും. ഇത്തരം സന്ദർഭങ്ങൾ, ഇതുപോലുള്ള സന്ദർഭങ്ങൾ മറ്റു പല പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളതായി ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. സൂറത്ത് ഇസ്രായിലിന്റെ 76-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം: വഇൻ കാദൂ ലയസ്തഫിസൂനക മിനൽ അർദി ലിയുഖ്രിജൂക മിൻഹാ
ഹിജറയുടെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അവതരിച്ചതാണ് ഈ ആയത്ത് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണാം. പ്രവാചക ചരിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നതും അതുതന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടമാണ്. റസൂലുള്ളാഹിക്ക് അന്നുവരെ താങ്ങും തണലുമായി ഉണ്ടായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ ഇഹലോകം വാസം വെടിയുന്നു. വിശ്വാസി ആയില്ലെങ്കിലും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു സംരക്ഷണമായിരുന്ന, ഒരു കാവലും കരുതലുമായിരുന്ന തന്റെ പിതൃവ്യനായ അബൂ താലിബ് മരണപ്പെടുന്നു. ഈ രണ്ടുപേരുടെയും വിയോഗമുണ്ടായ വർഷം എന്ന് പറയുന്നത് റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ തന്നെ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ആമുൽ ഹുസ്ൻ അഥവാ ദുഃഖത്തിന്റെ വർഷം എന്നാണ്. ഈ ആമുൽ ഹുസ്നിന് ശേഷമാണ് മക്ക മുശ്രിക്കുകളിൽ നിന്നുള്ള പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രവാചകന് നേരെയുള്ള ശാരീരികമായ മർദ്ദനങ്ങളും ഒക്കെ ശക്തി പ്രാപിക്കുന്നതും പ്രവാചകൻ വല്ലാത്ത ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത്. പിന്നീടുള്ള ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഇല്ലാതാക്കുവാൻ അഥവാ ഉന്മൂലനം ചെയ്യുവാൻ വരെ അഥവാ കൊന്നുകളയാൻ വരെ മക്കയിലെ മുശ്രിക്കുകൾ ശ്രമിക്കുന്നതായി നമുക്ക് ചരിത്രം വായിച്ചാൽ കാണാൻ സാധിക്കും. ആ തീക്ഷ്ണമായ സങ്കീർണമായ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, വഇൻ കാദൂ ലയസ്തഫിസൂനക മിനൽ അർദ്, ഇവർ താങ്കളെ ഭൂമിയിൽ നിന്നും കടപുഴക്കിയെറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക പ്രബോധനത്തിന് നേരെ സകല പരിശ്രമങ്ങളും പയറ്റിയിട്ടും പരാജയപ്പെട്ട പ്രതിയോഗികൾ അവസാനം റസൂലുള്ളാഹിനെ തന്നെ ഭൂമിയിൽ നിന്നും കടപുഴക്കിയെറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ട് താങ്കളെ ഭൂമിയിൽ നിന്നും അടിവേരറുത്ത് മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലിയുഖ്രിജൂക മിൻഹ, ഭൂമിയിൽ നിന്നും മക്കയിൽ നിന്നും താങ്കളെ പുറത്താക്കുന്നതിന് വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മക്ക എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് താങ്കളെ പുറത്താക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ താങ്കളെ അവർ പുറത്താക്കുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അവരുടെ അവസ്ഥ? താങ്കളെ മക്കയിൽ നിന്നും പുറത്താക്കുന്നതോടുകൂടി അവർക്കിവിടെ സ്വൈര്യമായി കാലാകാലം കഴിയാമെന്ന ആ ഒരു പ്രതീക്ഷയാണ് അവർ താങ്കളെ പുറത്താക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അവരുടെ പ്രതീക്ഷയുടെ എല്ലാ നാളങ്ങളെയും തച്ചുകെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദല്ലാ യൽബിസൂന ഖിലാഫക ഇല്ലാ ഖലീല, താങ്കളെ മക്കയുടെ മണ്ണിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം പിന്നെ അല്പം മാത്രമേ അവർക്ക് ഭൂമിയിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന കടുത്ത പരീക്ഷണത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള പടച്ചവന്റെ വർത്തമാനങ്ങളാണിത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം പ്രവാചകന്റെ പ്രതിയോഗികളായ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു താക്കീത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ അവർക്ക് നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകരെ ഭൂമിയിൽ താങ്കൾ അവരിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ താങ്കൾക്ക് ശേഷം അവർക്ക് അല്പകാലമല്ലാതെ ഈ ഭൂമിയിൽ വസിക്കാൻ പോലും സാധ്യമാകില്ല എന്ന കനത്ത ഭീഷണി സ്വരത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾക്ക് താക്കീത് നൽകിയിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു യാഥാർത്ഥ്യത്തെ അടിവരയിടുകയാണ്. കാരണം സുന്നത മൻ ഖദ് അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ, ഇത് താങ്കളുടെ മാത്രം കാര്യത്തിലുള്ള നമ്മുടെ നിലപാടല്ല, താങ്കളുടെ മാത്രം കാര്യത്തിലുള്ള നമ്മുടെ സുന്നത്തല്ല, മറിച്ച് മുൻകാല ചരിത്രത്തിന്റെ കൂടി സാക്ഷ്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞു വെക്കുന്നത്. സുന്നത്തമൻ ഖദ് അർസൽനാ ഖബ്ലക മിൻ റുസുലിനാ, നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള സകല പ്രവാചകന്മാരുടെ കാര്യത്തിലും നാം തുടർന്നു പോന്നിട്ടുള്ള നമ്മുടെ സുന്നത്തുകളിൽപ്പെട്ടതാണിത് എന്ന് അല്ലാഹു പറയുകയാണ്. അഥവാ ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ ചരിത്ര സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അവരുടെ പ്രദേശത്തു നിന്നും പറിച്ചു മാറ്റാനോ പിഴുതെറിയാനോ നാട് കടത്താനോ ഇല്ലാതാക്കാനോ പ്രതിയോഗികൾ പരിശ്രമിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരോട് അവർ കാണിച്ച നെറുകേടിന് ശേഷം ആ സമൂഹത്തിന് പിന്നെ അധികകാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ നാം അവസരം നൽകിയിട്ടില്ല എന്നാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ച പടച്ചവന്റെ നടപടിക്രമമാണ് എന്ന് നേരത്തെ നൽകിയ താക്കീതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് പ്രിയമുള്ളവരെ കേവലം ഒരു ഭീഷണിയോ അല്ലെങ്കിൽ കേവലം ഒരു ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള വർത്തമാനമോ കേവലമായ ഒരു താക്കീതോ മാത്രമായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സ്വീകരിച്ച ഒരു നടപടിക്രമമായിരുന്നു എന്നാണ് വലാ തജിദു ലിസുന്നത്തിനാ തഹ്വീല. നമ്മുടെ ചര്യയിൽ അഥവാ പടച്ചവന്റെ നടപടിക്രമങ്ങളിൽ ഒരു മാറ്റവും കാണാൻ നമുക്ക് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഹിജ്റക്ക് ഒരു വർഷം മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഈ താക്കീത് അന്ന് മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഭീഷണിയായി മാത്രമേ അവർക്ക് തോന്നിയുള്ളൂ. എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പടച്ചവന്റെ ഈ പ്രഖ്യാപനത്തിന്റെ പുലർച്ച സംഭവിച്ചതാണ് ചരിത്രം രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഫറോവയെ കുറിച്ച് പറയുന്നിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല
അതേ നടപടിക്രമത്തെ കുറിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. മൂസ അലൈഹിസ്സലാമിനെയും ഇസ്രായേൽ മക്കളെയും ഭൂമിയിൽ നിന്നും പറിച്ചറിയാനാണ് ഫറോവ ഉദ്ദേശിച്ചത്, അല്ലെ? അപ്പോ അള്ളാഹുവിന്റെ നടപടിക്രമം എന്തായിരുന്നു? മൂസ അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേൽ സമൂഹത്തെയും പ്രാഥമികമായ പൗരാവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട്, അഥവാ ജനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് പോലും വിലങ്ങിട്ടുകൊണ്ട് പിറവിയിൽ തന്നെ കൊന്നുകളയാനുള്ള തീരുമാനം വളരെ മനോഹരമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഫഅഗ്റഖനാഹു വമൻ മഅഹു ജമീഅ. ഇങ്ങനെയുള്ള ഫറോവയെയും അവന്റെ കൂട്ടുകാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നടങ്കം കടലിലാക്കിക്കളയുകയാണ്. മൂസ പ്രവാചകനെയും പ്രവാചകനെ പിന്തുടർന്നവരെയും ഭൂമിയിൽ നിന്നും പറിച്ചെറിയാൻ ഫറോവയും അനുയായികളും തീരുമാനിച്ചപ്പോ അല്ലാഹു പറയുന്നത് ഫഅഗ്റഖനാഹു വമൻ മഅഹു ജമീഅ. അവനെയും അവന്റെ സൈന്യത്തെയും നാം മുക്കിയൊടുക്കുകയാണ് ചെയ്തത്. മാത്രമല്ല വഖുൽനാ മിൻ ബഅദിഹി ലിബനി ഇസ്രായീൽ, അനന്തരമായി ഇസ്രായേൽ മക്കളോട് നാം പറഞ്ഞു ഇസ്കുനുൽ അർള, നിങ്ങൾ ഈ ഭൂമിയിൽ വസിച്ചുകൊള്ളുവീൻ. കാരണം ഈ ഭൂമിയുടെ അനന്തരാവകാശികളിൽ നിങ്ങളാണ്. മക്കയിലെ പ്രവാചകരും വിശ്വാസികൾക്കും വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്ന വർത്തമാനമാണിത്. അഥവാ ഫറോവയുടെ പാത പിന്തുടർന്നാൽ മക്കയിലെ മുശ്രിക്കുകൾക്കും കടുത്ത നടപടികൾ റബ്ബിന്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവുകൾ ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾക്കും നൽകുന്നതാണ്. കാരണം ഇത് പുതിയ കാര്യമല്ല. സത്യദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലകൊണ്ട വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു പുതിയ സംഗതിയല്ല. ചരിത്രത്തിൽ അത് സംഭവിച്ചിട്ടുള്ളതാണ്. മൂസ അലൈഹിസ്സലാമയുടെ സമുദായം കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട ജനവിഭാഗമായിരുന്നു. അവരിലെ ആൺകുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി പട്ടാളക്കാരെ ഫറോവ ചുമതലപ്പെടുത്തിയിരുന്നു. അവരിലെ പെൺകുട്ടികളെ അപമാനിക്കുന്നതും അവിടെ പതിവായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്ന് സൂറത്ത് ഫജ്റിൽ അല്ലാഹു ഖുർആൻ പറയുന്നുണ്ട്. അഥവാ ഫിർഔൻ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി തൂണുകളും ആണികളും ഉപയോഗിച്ചിരുന്നുവെന്ന്. അഥവാ ഈന്തപ്പനത്തടി കൊണ്ട് കുരിശുകൾ ഉണ്ടാക്കുകയും അതിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തെ തറച്ചുകൊണ്ട് കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതി ഫറോവ പരീക്ഷിക്കുന്നതാണ്. മൂസ അലൈഹി ഇസ്ലാമുമായുള്ള സംവാദത്തിന് ശേഷം സാഹിര്യങ്ങളുമായി മൂസ അലൈഹി ഇസ്ലാം നടത്തിയ മത്സരത്തിൽ ആ സാഹിര്യങ്ങൾ പരാജയപ്പെടുകയും അവർക്ക് സത്യം ബോധ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആമന്നാ ബി റബ്ബിൽ ആലമീൻ, റബ്ബി മൂസ വ ഹാറൂൻ എന്നവർ പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ തന്നെ ഫറോവയുടെ പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കും. ആമൻതു ബിഹി ഖബല അൻ ആദന ലക്കും, എന്റെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മൂസായുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് ചോദിച്ചിട്ട് അതിന് അനന്തരഫലമായി എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്? ലൗ ഖത്തിഅന്ന ഐദിയകും വ അർജുലകും മിൻ ഖിലാഫിൻ തുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ, നിങ്ങളെ ഞാൻ കൈകാലുകൾ വിപരീത ദിശയിൽ ഛേദിക്കും. ഒന്നുകിൽ ഇടത് കൈയും വലത് കാലും, അല്ലെങ്കിൽ വലത് കൈയും ഇടത് കാലും. തുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ, എന്നിട്ട് നിങ്ങളെ മുഴുവനും കുരിശിൽ തറക്കും എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പരീക്ഷണങ്ങൾ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ പേരിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. അക്രമമർദ്ദനങ്ങൾ കൊണ്ട് സഹിക്കട്ട ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ജനത മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്, അല്ല മൂസ, എന്താണ് ഈ കാണുന്നത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? താങ്കൾ ഞങ്ങളിലേക്ക് വരുന്നതിന് മുമ്പും ഇത് തന്നെയാണല്ലോ സ്ഥിതി. താങ്കൾ വന്നതിന് ശേഷവും ഞങ്ങളുടെ സ്ഥിതി പഴയതുപോലെ തന്നെയാണല്ലോ മൂസ. താങ്കൾ വന്നതിന് ശേഷവും ഒരു മാറ്റവും ഇല്ലല്ലോ. ഇങ്ങനെ പരാതിപ്പെടാൻ മാത്രം പരിതാപകരമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ആ ജനത ആ പരീക്ഷണ ഘട്ടത്തിൽ മൂസ അലൈഹി സ്വലാം അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. സമാനമായ ഒരു സന്ദർഭത്തിൽ മൂസ അലൈഹി സ്വലാമയോട് മൂസ അലൈഹി സ്വലാം തന്റെ ജനതയോട് പറയുന്നുണ്ട്, യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, പടച്ചവരിൽ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫഅലൈഹി തവക്കലു, നിങ്ങൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കണം. അപ്പൊ അവർ പറയുന്നുണ്ട്, ഫഖാലു അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾ അല്ലാഹുവിൽ തവക്കൽ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് പടച്ചവനോട്, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നത്തൽ ലിൽ ഖൗമിൽ ളാലിമീൻ. വല്ലാത്ത ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയാണ് അവർ പടച്ചവനോട് പങ്കുവെക്കുന്നത്. പടച്ചവനെ, ഞങ്ങളെ ഈ അക്രമികളായ ജനങ്ങൾക്ക് പരീക്ഷണത്തിലുള്ള നാട്ടക്കുറികളാക്കല്ലേ നാദാ, വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളായ ഈ ജനത്തിൽ നിന്നും നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള പ്രാർത്ഥനക്കുള്ള പടച്ചവന്റെ മറുപടി, ഫഔഹാ ഇലാ മൂസ വ അഖീഹി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂതൻ വജഅലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ് സ്വലാ വബശ്ശിരിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരോട് പറയാണ്, അല്ലാഹു അവർക്ക് മറുപടി കൊടുക്കുകയാണ്, ഔഹൈനാ ഇലാ മൂസ അഖീഹി,
അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമക്കും അദ്ദേഹത്തിന്റെ സഹോദരന് മറുപടി നൽകി, അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂത, അവർ ഭൂമിയിൽ വീടുകൾ ഉണ്ടാക്കട്ടെ, വജഅലു ബുയൂതകും ഖിബ്ല, ആ വീടുകൾ അവർ പള്ളികളായി പരിവർത്തിപ്പിക്കട്ടെ, വഅഖീമുസ് സ്വലാ, അവർ നമസ്കാരം നിലനിർത്തട്ടെ. അത്തരത്തിലുള്ള വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. മൂസ അലൈഹിസ്സലാമിന്റെ തന്റെ ആവലാതി അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മൂസ അലൈഹിസ്സലാം പങ്കുവെക്കുകയാണ്. വഖാല മൂസ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംബാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ, പടച്ചവനെ നീ ഫിർഔനും അവന്റെ പ്രവൃത്തികൾക്കുമൊക്കെ അവന്റെ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നീ കറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ എന്തൊരു പരീക്ഷണമാണ് നീ ഞങ്ങൾക്ക് മേൽ വെക്കുന്നത്. നീ എന്താണ് ഫറോവക്കും അവന്റെ അനുയായികൾക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാ സൗകര്യങ്ങളും നീ അവർക്ക് നൽകിയിരിക്കുകയാണ്. അതൊക്കെ മറ്റുള്ളവർ കാണുമ്പോ ഇവർ തന്നെയാണല്ലോ കേമന്മാർ എന്ന് സാധാരണ മനസ്സുകൾ പോലും തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ സീനത്തും അംബാലും നീ അവർക്ക് നൽകിയിരിക്കുകയാണ്. ധാരാളം ധനസമ്പത്തും അവർക്ക് നൽകിയിരിക്കുകയാണ്. റബ്ബനാ ലിയുദില്ലൂ അൻ സബീലിക്, പടച്ചവനെ അതൊക്കെയും അവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നീ നൽകിയ അധികാരങ്ങളും അലങ്കാരങ്ങളും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ അവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ലിയുദില്ലൂ അൻ സബീലിക്, നിന്റെ മാർഗത്തിൽ നിന്നും ആളുകളെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ പടച്ചവനെ. നീ റിസാലത്ത് നൽകി നിയോഗിച്ച പ്രവാചകനും അനുയായികളും ഒക്കെ കടുത്ത പരീക്ഷണങ്ങൾ നേരിടുമ്പോ, ഭൂമിയിൽ നിന്ദ്യരായി ജീവിക്കേണ്ടി വരുമ്പോ നിന്നെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സകലവിധ ആർഭാടങ്ങളും സമ്പത്തും നീ നൽകിയാണല്ലോ ചെയ്തിരിക്കുന്നത്. പടച്ചവനെ റബ്ബനാ തുമിസ് അലാ അംവാലിഹിം, പടച്ചവരുടെ അവരുടെ സമ്പത്ത് നീ നശിപ്പിച്ചു കളയണം. വഷ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നീ കഠിനമാക്കി കളയണേ. ഫലാ യുഅ്മിനു ഹത്താ യറഉൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ വരുന്നത് വരെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയങ്ങളെ നീ ഇടുക്കിക്കളയണമേ എന്ന് മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പ്രവാചകൻ ഇത്രത്തോളം പ്രാർത്ഥിക്കണമെങ്കിൽ ഫിർഔനെയും അവന്റെ സൈന്യത്തെയും കൊണ്ട് ബനൂ ഇസ്രായേൽ ജനത എത്രത്തോളം പൊറുതിമുട്ടിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രവാചകന്റെ നാവിൽ നിന്നും ഇത്തരം പ്രാർത്ഥനകൾ അവസാന നിമിഷം മാത്രമേ സംഭവിക്കാറുള്ളൂ, വളരെ അപൂർവമായി മാത്രമേ വരാറുള്ളൂ. നമുക്കറിയാം, മുമ്പ് സയ്യിദുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് ഇതുപോലുള്ള ഒരു പ്രാർത്ഥന പടച്ചവനോട് നടത്തിയിട്ടുണ്ട്. റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു സിബാദക് വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, പടച്ചവനെ ഇനിയും നീ ഈ ജനതക്ക് അവസരം നൽകിയാൽ നിഷേധികളും തമ്മാടികളും മാത്രമേ അവരിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. വരും തലമുറയിൽ നിന്ന് പോലും വിശുദ്ധരെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം അത്രയും നശിച്ചുപോയ ഒരു ജനതയാണിത് എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇത്തരം പ്രാർത്ഥനകൾ പ്രവാചകന്മാരിൽ നിന്നും വരുന്നത് അവസാന ഘട്ടത്തിൽ മാത്രമാണ്. മൂസ അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചവൻ ഉത്തരം നൽകുകയാണ്. ഖാല ഖദ് ഉജീബു ദഅവതുകുമാ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു അവർക്ക് നൽകിയ ഉത്തരമായിരുന്നു ഫിർഔനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നത്. ഫഅഗ്റഖ്നാ മഅഹു ജമീഅ, ബനൂ ഇസ്രായേലിനെ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോ ചെങ്കടലിനടുത്തെത്തിയ സന്ദർഭത്തിൽ പിന്തുടർന്നു വരുന്ന ഫറോവയുടെ സൈന്യം കണ്ട് അനുയായികൾ നിലവിളിക്കുന്നുണ്ടല്ലോ, യാ മൂസ ഇന്നാല മുദ്റക്കൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ചെങ്കടലിൽ ചാടി മരിക്കണോ, അതല്ല ഫറോവയുടെ സൈന്യത്തിന്റെ വാളിന് ഇരയാകണമോ? ചെങ്കടലിനും സൈന്യത്തിനുമിടെ സ്തംഭിച്ചു നിൽക്കുന്ന അനുയായികളെ നോക്കി അക്ഷോഭ്യനായിക്കൊണ്ട് മൂസ അലൈഹിസ്സലാം പറയുന്നുണ്ടല്ലോ, കല്ല ഇന്ന മഅീ റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല. ആ നിർണായക സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം അതാണ്. ഒരു വശത്ത് അലറി വരുന്ന ഫറോവയുടെ സൈന്യവും മറുവശത്ത് ആർത്തലച്ചു വരുന്ന ഈ തിരമാലകളും കണ്ടുകൊണ്ട് നിലവിളിച്ച ജനതയുടെ മുമ്പിൽ അക്ഷോഭ്യനായി നിന്നുകൊണ്ട് മൂസ അലൈഹിസ്സലാം പറയുകയാണ്, കല്ല ഒരിക്കലുമില്ല, ഇന്ന മഅീ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ നാഥൻ ഉണ്ടെങ്കിൽ അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ആ നിർണായകമായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടതാണ് ചരിത്രം. വദ്രിബ് ബിഅസാക്കൽ ബഹർ, നിന്റെ വടി കൊണ്ട് ആ കടലിൽ അടിക്കുക. വടി കൊണ്ട് അടിച്ചപ്പോ ആർത്തലച്ചു വരുന്ന തിരമാലകൾ അടങ്ങുകയും കടൽ ഇരുവശത്തേക്കുമായി കത്തൗദിൽ അലീം, പർവ്വത സമാനം അത് ഉയർന്നു വരികയുമാണ്. പിന്തുടർന്നു വന്ന ഫറോവയെയും കിങ്കരന്മാരെയും ചെങ്കടലിന്റെ നടുത്തളത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് അവർ അതിൽ മുക്കിയൊടുങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ ഫറോവ നിലവിളിച്ചുവെന്നാണ്, റംസിസ് രണ്ടാമൻ നിലവിളിച്ചുവെന്നാണ്, ആമന്നാ ബിറബ്ബി മൂസ വ ഹാറൂൻ, ഞാനിതാ മൂസായുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നിലവിളിച്ചപ്പോ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അൽ ആൻ. ഈ ചരിത്രം പ്രിയമുള്ളവരെ മുഹറം മാസത്തിൽ നമ്മൾ അനുസ്മരിക്കുമ്പോ നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന പാഠം, വനുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുദിഫു ഫിൽ അർദ് വനജഅലഹും അയിമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. ഇതേ ചരിത്രപാഠം തന്നെയാണ് പ്രവാചക ജീവിതത്തിലും ആവർത്തിക്കുന്നത്. വഇൻ കാദൂ ലയസ്തഫിസൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ
തൊട്ടടുത്ത വർഷമാണ് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നതും 8 വർഷങ്ങൾക്ക് ശേഷം ജേതാവായിക്കൊണ്ട് മക്കയിൽ തിരിച്ചെത്തുന്നതും. അവരിലെ പ്രധാനികൾ ഈ പ്രവാചകനെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന, പ്രവാചക സമൂഹത്തെ മക്കയിൽ നിന്നും പിഴുതെറിയാൻ ശ്രമിച്ചിരുന്ന അവരിലെ പല പ്രധാനികളും ബദറിൽ വെച്ച് വധിക്കപ്പെടുകയാണ്. 2 വർഷം കൂടി കഴിയുമ്പോഴേക്ക് മക്കയുടെ പരിസരങ്ങളിലടക്കം ജസീറത്തുൽ അറബിന്റെ എല്ലാ ഭാഗത്തും മുശ്രിക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇല്ലാതായതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ താങ്കളെ മക്കയിൽ നിന്നും പുറത്താക്കിയാൽ പിന്നെ അവർക്ക് അല്പകാലമല്ലാതെ ഭൂമിയിൽ വാസയോഗ്യമായി ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ ഇത് മൂസ അലൈഹി സ്വലാമയുടെയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാത്രം ചരിത്രത്തിൽ സംഭവിച്ചു തീരുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസവും വലിയ പ്രതീക്ഷയും പകർന്നു നൽകാൻ പ്രാപ്തമാണ്, പര്യാപ്തമാണ് പ്രിയമുള്ളവരെ ഖുർആനിന്റെ ചരിത്ര പാഠങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ഭാവിയിലേക്ക് കണ്ടയക്കുവാനും ആസൂത്രണവും അത്യധ്വാനവും അല്ലാഹുവിന്റെ തവക്കുലും കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام صلى الله على من لا نبي بعده وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وجعلنا معهم يا أرحم الراحمين. أيها الإخوان والأخوات أوصيكم ونفسي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചു അവനെ ഭയപ്പെട്ടു അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഉറപ്പിക്കുകയാണ്. പുതിയ വർഷം അഥവാ ഹിജ്റ 1446 മുഹറത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകം തന്നെ വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്തും അതേസമയം ഒട്ടും നിരാശപ്പെടാതെ വലിയ പ്രതീക്ഷകളോടുകൂടി മുന്നേറുവാനുള്ള കരുത്ത് നൽകുന്ന സംഭവങ്ങളുമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പലസ്തീൻ ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നും ഒരുപാട് നീറുന്ന വാർത്തകൾ വരുമ്പോൾ തന്നെ മറുവശത്ത് വലിയ പ്രതീക്ഷയുടെ കനലുകൾക്ക് തീപിടിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോക ജനത തന്നെ ഇന്ന് പലസ്തീനൊപ്പമാണ്. ഇത് മാത്രമല്ല, ഇസ്രായേൽ ലോകത്ത് ഓരോ നാളുകൾ കഴിയുന്തോറും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഭാവി തലമുറയെ പ്രതിനിധീകരിക്കുന്ന ക്യാമ്പസുകൾ പോലും ഇന്ന് ഇസ്രായേൽ വിരോധത്തിൽ ഏറെ മുന്നോട്ട് പോയ ജൂത സമൂഹത്തിനെതിരിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ കാടത്തത്തിനെതിരിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രം ദ റിവർ ടു ദ സീ പലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന മുദ്രാവാക്യം ലോകത്ത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒക്ടോബർ മാസം ആദ്യത്തിൽ ഒരാഴ്ച കൊണ്ട് പലസ്തീനെ ഇല്ലാതാക്കും, ഹമാസിനെ നിഷ്പ്രഭമാക്കും, അല്ലെങ്കിൽ ഹമാസിനെ ചരിത്രത്തിന്റെ ഭാഗമാക്കും എന്ന് വീമ്പ് നടിച്ച, അങ്ങനെ മൊത്തം ആ പ്രദേശം മുഴുവൻ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് അഹങ്കരിച്ച ഇസ്രായേൽ 9 മാസം പിന്നിട്ടിട്ടും എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കുറെ നിരപരാധികളുടെ മേൽ ബോംബ് വർഷിക്കുക എന്നതിനപ്പുറത്ത് അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന്റെ പരിസരത്ത് പോലും അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ 9 മാസത്തെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നല്ല, ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന് ഇസ്രായേലിന്റെ തന്നെ മുൻ പ്രതിരോധ വിദഗ്ധർ വരെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ഒരു ജീവിതമാണ്. ഹമാസ് എന്ന് പറയുന്നത് ഒരു ജീവിതമാണ്, അതൊരു ആശയമാണ്, ഒരു ജനതയുടെ വികാരങ്ങളെ ആണ് അത് പ്രതിനിധീകരിക്കുന്നത് എന്നതുകൊണ്ട് ഒരിക്കലും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തുറന്നു പറയുന്നത് ഇസ്രായേലിൽ നിന്ന് തന്നെയുള്ള വിദഗ്ധരും യുദ്ധ വിശാരദന്മാരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ഫലമായി ഇത് സംഭവിച്ചു. കഴിഞ്ഞ 9 മാസങ്ങളായി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം വലിയ ചർച്ചയാവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ജനത അതിജീവിക്കുന്നത്? ആയുധബലമില്ലാതെ, അംഗബലമില്ലാതെ, വലിയ സൈനിക ശേഷിയില്ലാതെ, വലിയ ഭൂപ്രദേശങ്ങളുടെ പിന്തുണയില്ലാതെ ഒരു ചെറിയ പ്രദേശത്തെ ഒരു ജനത ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ലോകത്തിന്റെ ശ്രദ്ധ തന്നെ ഇസ്ലാമിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ലോകത്ത് ഒരുപാട് ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു വശത്ത്
പിഞ്ചു കുഞ്ഞുങ്ങളെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ആദർശം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ ആത്മവിശ്വാസവും നൽകുന്നതാണ്. ആ ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ജൂൺ തുടക്കത്തിൽ ആരംഭത്തിൽ പുറത്തു വന്ന ഇലക്ഷൻ റിസൾട്ടും നമ്മൾക്ക് നൽകുന്നത്. സംഘപരിവാറിന്റെ അഥവാ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ അഹങ്കാരത്തിനും ദാർഢ്യത്തിനും ഒരു വലിയ പ്രഹരമേൽപ്പിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് സാധിച്ചത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് പുറത്ത് പടച്ചവന്റേതായ ചില ഇടപെടലുകളും അള്ളാഹുവിന്റെ ചില നടപടിക്രമങ്ങളും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഇതും നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. അപ്പോൾ പുതിയ ഹിജറ വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ വമ്പിച്ച ആത്മവിശ്വാസത്തോടും വലിയ പ്രതീക്ഷയോടും കൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് വലിയ കരുത്തു പകരുന്ന സംഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്ര സംഭവങ്ങളിൽ നിന്നും സമകാലീന സംഭവങ്ങളിൽ നിന്നുമൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടേതായ ദൗത്യം നിർവഹിക്കാൻ, സമൂഹത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനം യഥാവിധം നിർവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും മുസ്ലിം സമൂഹത്തിനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് طيب تراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم أجرنا من خزي الدنيا وعذاب الآخرة. اللهم توفنا وأهلنا مسلمين وألحقنا بالصالحين. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.